ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ SS-ൽ നിന്നുള്ള അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്റർ 1-ലെ പോർച്ചുഗീസുകാർ പുതിയ കടൽപ്പാത കണ്ടെത്തിയതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ള പാഠമാണ് നാം നോക്കുന്നത്. അപ്പോൾ നാം തുടങ്ങുന്നു. ഫസ്റ്റ് പോയിന്റ്. പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്കു ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. കാരണമായ പ്രധാന ഘടകങ്ങൾ: യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിനുണ്ടായ വളർച്ച, കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സാമ്പത്തികതയെക്കുറിച്ച് സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങൾ പകർന്ന അറിവ്. അടുത്തത്, യൂറോപ്പിൽ കുരുമുളകുകൾക്കുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. അടുത്തത്, പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിലേക്കെത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലേക്കെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത വീഡിയോ, ഇതിൻ്റെ ബാക്കി പോർഷൻ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.